ശ്രീ ജയേന്ദ്രൻ, എങ്ങനെയാണ് സി പി എമ്മിന് ഈ വിഷയത്തിൽ നിലപാടിൽ മലക്കം അറിയാൻ സാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ 2012 കോഴിക്കോട് ചേർന്ന 20ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രമേയമാണ്, അന്നത്തെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ച പ്രമേയമാണ് മതന്യൂനപക്ഷങ്ങൾക്ക്, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭാരതം അഭയം നൽകണം, അവരുടെ കാര്യത്തിൽ ലിബറൽ നയം സ്വീകരിക്കണം. വ്യക്തമായി പറയുന്നുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് എന്ന് തന്നെ ആ പ്രമേയത്തിൽ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല ചില സമുദായങ്ങളുടെ പേര് പറയുന്നുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള ദളിത് സമുദായത്തിൽ, ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ വലിയ പീഡനം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് സംരക്ഷണം നൽകണം എന്ന് പറയുന്ന സി പി എമ്മിന്, ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് നടപ്പിലാക്കുമ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ സാധിക്കുക? ഉമേഷ്, അതിനെ അങ്ങനെയല്ലല്ലോ കാണേണ്ടത്. ഇപ്പോൾ പാനലിസ്റ്റുകളിൽ ആർക്കും അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാം, പക്ഷെ ഒരു ആങ്കർ അങ്ങനെയല്ല കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ അഭിപ്രായം പ്രമേയത്തിന്റെ കോപ്പി വായിച്ചു നോക്കിയിട്ടാണ് ഈ വിഷയം ആവശ്യത അനുഭവിക്കുന്ന ഏത് സമുദായവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ എന്താണ് ഞാൻ ആ പ്രമേയത്തിന്റെ പകർപ്പ് വായിച്ചു നോക്കിയതിന് ശേഷമാണ് ആ പരാമർശം നടത്തിയത്. ഞാൻ പക്ഷം പിടിച്ചതല്ല. അല്ല, താങ്കൾ പക്ഷം പിടിച്ചു എന്നുള്ള ആക്ഷേപമല്ല ഞാൻ ഉന്നയിച്ചത്. അതിൻ്റെ അകത്ത് ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, താങ്കളോട് ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. സി പി എം പിന്നെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ CAA ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും മതവിഭാഗങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ വായിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ ഭാഗം ശരി തന്നെയാണ്. അവരെ ഈ കാര്യത്തിൽ അവർക്ക് പൗരത്വം കൊടുക്കരുത് എന്ന് CPM എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ വായിച്ചിട്ടില്ല കേട്ടോ. താങ്കൾ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ധാരണ അന്നേരം മാറ്റിയാൽ മതിയല്ലോ. ഏതായാലും ഞാൻ വായിച്ചിടത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന 6 മതവിഭാഗങ്ങൾക്കും അവരെ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്നൊരു നിലപാട് CPM എവിടെയും എടുത്തിട്ടില്ല എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. പക്ഷെ പ്രശ്നം അതല്ല, പിന്നെ പൗരത്വം മതാധിഷ്ഠിതമാകരുത് എന്നുള്ള നിലപാടുണ്ട് CPM-നുണ്ട്. അതുകൊണ്ടാണ് ഈ 6 കമ്മ്യൂണിറ്റി മാത്രമല്ലല്ലോ ഉള്ളത്, എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു അങ്ങനെയെങ്കിൽ അന്ന് അവതരിപ്പിച്ച പാർട്ടി കോൺഗ്രസിലാണെങ്കിലും പിന്നെ എവിടെയാണെങ്കിലും അന്ന് അവതരിപ്പിച്ച പ്രമേയത്തിൽ എന്തിന് അവിടെ പീഡനമേൽക്കുന്ന മതന്യൂനപക്ഷം എന്നൊരു വാക്ക് CPM ഉൾപ്പെടുത്തി? അങ്ങനെയെങ്കിൽ ആ രാജ്യങ്ങളിൽ പീഡനമേൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭയം നൽകണമെന്ന് ആയിരുന്നില്ലേ CPM എന്ന നിലപാട് സ്വീകരിക്കേണ്ടത്? അങ്ങനെയല്ലോ സ്വീകരിച്ചത്. പറഞ്ഞെന്താണ്? ആ രാജ്യങ്ങൾ, ബംഗ്ലാദേശിൽ, പണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, ദളിത് വിഭാഗങ്ങൾക്ക് ഭാരതം അഭയം നൽകണം, അവരുടെ കാര്യത്തിൽ ലിബറൽ നയം സ്വീകരിക്കണം എന്ന് അടിവരയിട്ട് പറയുമ്പോൾ അവിടെ എവിടെയാണ് ഈ വ്യത്യാസമുള്ളത്? അല്ല, മതന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് തന്നെ അത് ഇൻക്ലൂസീവ് ആണ് ഉമേഷ്. എന്താണെന്നറിയാമോ? ഈ പിന്നെ നമുക്കറിയാമല്ലോ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായത് എന്തിനാണ്? 1972. അതുണ്ടായത് എങ്ങനെയാണ്? കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അതുവരെ അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ പിന്നീട് ബംഗ്ലാദേശായി മാറിയത്. നമ്മളവിടെ ചെല്ലുന്നത് തന്നെ, ഇന്ത്യൻ പട്ടാളം അവിടെ ചെല്ലുന്നത് തന്നെ അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട് അന്ന് അവശത അനുഭവിക്കൊണ്ടിരുന്ന, അന്ന് മുസ്ലിങ്ങൾക്കിടയിലെ ന്യൂനപക്ഷം എന്ന അവിടുത്തെ പിന്നെ ഔദ്യോഗിക മുസ്ലിം ഭരണാധികാരികൾ മുദ്രകുത്തിയ ആൾക്കാരായിരുന്നു പിന്നീട് ബംഗ്ലാദേശായിട്ട് നമ്മൾ വിമോചിപ്പിച്ച് ഒരു സ്റ്റേറ്റാക്കി മാറ്റിയത്, ഒരു പുതിയ സ്റ്റേറ്റാക്കി, പുതിയ രാഷ്ട്രമാക്കി മാറ്റിയത്. അതിന് ഇന്ത്യയാണ് സഹായിച്ചത്, ഇടപെട്ടത്, യുദ്ധം ചെയ്തത് ഒക്കെ നമ്മൾ ആ ചരിത്രത്തെ പറയാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന, മലയാളികൾ വിളിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പലരും യഥാർത്ഥത്തിൽ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ ഉള്ളവരല്ല. അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണ്. അവർക്ക് പലർക്കും പൗരത്വമില്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് 40 ലക്ഷത്തിനടുത്ത് വരും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജനസംഖ്യയുടെ എണ്ണം ഏതാണ്ടാണ് കേട്ടോ. പിന്നെ അവരിൽ എത്രയോ ആയിരക്കണക്കിന് പേർ ഈ ബംഗ്ലാദേശ് അഭയാർത്ഥികളായി വന്നു കയറിയവരുണ്ടെന്ന് അറിയുമോ? അതൊന്നും നടന്നിട്ടില്ല. കേരളത്തിൽ അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് CAA വരുമ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന മുസ്ലിം ജനസംഖ്യയാണ് വരാനുള്ളത് ഒരു വിഭാഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അത്തരത്തിലുള്ള ഹലോ, താങ്കൾ എന്തെങ്കിലും ചോദിച്ചോ? ഹലോ, അല്ല, താങ്കൾ തന്നെ പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള ഇത്തരം കുടിയേറ്റങ്ങൾ, അവിടെയാണല്ലോ ഇത്തരം നിയമങ്ങളുടെ പ്രസക്തി. അതെ 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 അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണെന്നേ ഞാൻ പറഞ്ഞത്, അത് തന്നെയാണ്. അപ്പോൾ ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ
മുസ്ലിങ്ങളെ മതന്യൂനപക്ഷമായി അവിടെ മാറ്റി തീർത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ തന്നെ ഉണ്ടത്, അഫ്ഗാനിസ്ഥാനിലതുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കൊടിയ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളുണ്ടെന്ന് അറിയുമല്ലോ, വ്യാപകമായിട്ടുണ്ട്. അത് ആ പ്രശ്നമുണ്ട്. ഇവിടെ ബർമ്മയിൽ രോഹിംഗ്യൻ മുസ്ലിംസ് നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരനുഭവിക്കുന്ന യാതനകൾ എത്രത്തോളമാണെന്നുള്ള അറിയുമല്ലോ. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ന്യൂനപക്ഷങ്ങളുണ്ട്. അതത് രാഷ്ട്രങ്ങൾ അങ്ങനെ കാണിക്കുന്നുമുണ്ട്. അത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ഈ CAA-യിൽ. മറിച്ച് അവരെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിവാക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത് പിന്നെ നമ്മുടെ ആദർശ് സംസാരിച്ചപ്പോൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള സംഗതികൾ വരുന്നതൊന്നും പിന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് ഇത് ബേസ്ലെസ് ആണെന്നുള്ള നിലയിൽ സംസാരിച്ചു എന്ന് ആദർശ് സംസാരിച്ചതാണോ അതോ ഉല്ലാസമാണോ സംസാരിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും അവർ രണ്ടുപേരാണല്ലോ പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മൾ ഈ പിന്നെ ഇലക്ട്രൽ ബോണ്ട് കേസിലും കണ്ടത്. എത്രയോ പ്രാവശ്യമാണ് പ്രശാന്ത് ഭൂഷൺ ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ സ്റ്റേ പെറ്റീഷൻ കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. സ്റ്റേ നൽകാൻ കഴിയില്ല. കാരണം ഇത് പരിശോധിക്കണം, പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, പരിശോധിക്കണം എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി ആദ്യന്തം സ്വീകരിച്ചത്. അവസാനം അത് പരിശോധിക്കാൻ എടുത്തപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഫെബ്രുവരി 15-ന് അത് പിന്നെ റദ്ദാക്കുന്നത്. ആ സാഹചര്യം വരെ എത്തി. ഇവിടെയും അത് തന്നെയാണ്. പാർലമെന്റ് പാസ്സാക്കിയതാണ് നിയമം, ഇത് പരിശോധിക്കണം, അല്ലാതെ സ്റ്റേ തരാൻ കഴിയില്ല എന്നുള്ള സുപ്രീം കോടതി നിലപാട് ഏറ്റവും ശരിയായിട്ടുള്ളത് തന്നെയല്ലേ? അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. സുപ്രീം കോടതി അത്തരം ഒരു നിലപാട് അപ്ഹോൾഡ് ചെയ്യുന്നത് ശരിയാണ് എന്നാണ് എൻ്റെ ബോധ്യം എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല. സുപ്രീം കോടതിക്ക് അത് ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം ഏതായാലും എനിക്കില്ല. അവർക്കങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു നിലപാട് അതാണ്. അത് സുപ്രീം കോടതി അത് വിശദമായി പരിശോധിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം മതാടിസ്ഥാനത്തിലാവരുത് പൗരത്വം എന്നുള്ളതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മതാടിസ്ഥാനത്തിൽ പൗരത്വം വരുന്നത് അത് പൊളിറ്റിക്കൽ ഡിവൈഡിനാണ് ഇടയാക്കുക. ആ പൊളിറ്റിക്കൽ ഡിവൈഡ് ഈ ഇലക്ഷനിയറിംഗിൽ തന്നെ വരുന്നത് എന്തിനാണ്? സുപ്രീം കോടതിയുടെ കേസ് കിടക്കുമ്പോൾ എന്തിനാണ് ഈ 300 പേർക്ക് ഇങ്ങനെ പൗരത്വം കൊടുത്തതിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ചർച്ച നടത്തുന്നത് പോലും അതാണല്ലോ, എന്തുകൊണ്ടാണെന്നുള്ളതാണല്ലോ. അപ്പം അവിടെയാണ് പ്രശ്നം. ഇവിടെ ഈ പൊളിറ്റിക്കൽ ഡിവൈഡ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത് ഈ തരത്തിലുള്ള എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നതാണ് പ്രശ്നം. ഇതാണ് എൻ്റെ പക്ഷം.